നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ട്രിക്സുകളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ എൻട്രൻസിനും എന്ന് പറഞ്ഞാൽ കീമിനാണേലും ND ആണേലും നമ്മുടെ ക്യുസാറ്റിനാണേലും എല്ലാം ചോദിക്കുന്ന ഒരു വളരെ എളുപ്പത്തിലുള്ള മെത്തേഡാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ ഇപ്പോഴത്തെ +2 ഫൈനൽ എക്സാം മീൻസ് പബ്ലിക് എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് ഈ മെത്തേഡ് ഒന്നും പറ്റത്തില്ല. അന്നേരം നമുക്ക് ചെയ്ത് കാണിക്കണം. ഇതിപ്പോ നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ചെയ്തൊന്നും കാണിക്കേണ്ട. ആദ്യമാര് കറക്റ്റ് ആൻസർ വരുന്നു അവനാ മിടുക്കൻ. ഓക്കെ, അവിടെ അതേ നോക്കുന്നുള്ളൂ. അല്ലാതെ അവൻ എങ്ങനെ ചെയ്തു, എന്തിന് ചെയ്തു അതൊന്നും നോക്കണ്ട കേട്ടോ. ആൻസർ കറക്റ്റ് ആക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. ഈ 2 ക്വസ്റ്റ്യനും നോക്കുമ്പോൾ ഏകദേശം സെയിം ആണ് അല്ലെ എല്ലാം. പക്ഷെ ഈ രണ്ടും ചെയ്യുന്നതിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്താണ് വ്യത്യാസം, അത് എപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞാൽ ഈ പ്രോബ്ലം ഓക്കെ ആയി. നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെയുള്ള മെറ്റീരിയലും കിട്ടും. ജോയിൻ ചെയ്യാം. താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ 0 to 4 മോഡുലസ് x-1 പ്ലസ് മോഡുലസ് x-3. ഇത് 2 to 5 മോഡുലസ് ഓഫ് x-6. അപ്പൊ നിങ്ങളിപ്പം എന്തെങ്കിലും പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് കാണും ഇവിടെ എന്തായിരിക്കാം വ്യത്യാസം അല്ലെ. ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കി, ഇവിടെ 2 പേരുണ്ട്. ഈ നമ്പറുകൾ നോക്കിക്കേ, 1 and 3 ലൈസ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 numbers 0 and 4. ശരിയല്ലയോ? 0ക്കും 4നും ഇടയ്ക്കുള്ള 2 നമ്പറുകളാണ് 1 and 3. അതുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് വേറെ. ഇവിടെ ആകുമ്പോൾ നമ്മൾ നോക്കിക്കേ 2, 5 അതിന് പുറത്താണ് ആ 6 എന്ന് പറഞ്ഞ നമ്പർ അല്ലെ. അപ്പൊ അത് ചെയ്യുന്ന വേറെ മെത്തേഡ്. അപ്പൊ ഇങ്ങനെ 2 മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മളിവിടെ ചെയ്യുമ്പോൾ നോക്കണം, ആദ്യം ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എല്ലാം ഇത് മൈനസ് ആയിരിക്കണം കേട്ടോ. അത് കാര്യമുണ്ട്. അപ്പൊ ഇതിപ്പോ പ്ലസ് വന്നാലപ്പോ എന്തായിരിക്കും? ഇപ്പൊ മോഡുലസ് ഓഫ് x+1 എന്നാണെങ്കിൽ മോഡുലസ് ഓഫ് x-1 എന്നാക്കണം കേട്ടോ. അങ്ങനെ ആക്കിയെങ്കിലേ നമ്മുടെ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പൊ ഓക്കെ, നമ്മൾ ആദ്യം ഇതിനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്ന നോക്കിയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ എക്സിന്റെ പ്ലേസിലോട്ട് 4നെ കൊടുക്കും. ദാറ്റ് ഈസ് 4 - 1 the whole square എന്ന് എഴുതുക. നെക്സ്റ്റ് എക്സിന്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ 0 - 1 the whole square എന്ന് എഴുതുക by 2. ഓക്കെ, അപ്പോൾ ഇവനെ ചെയ്തു. പ്ലസ് ഇനി ഇയാളെ കൂടെ ചെയ്യുമ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. എക്സിന്റെ പ്ലേസിൽ 4 കൊടുക്കുമ്പോൾ 4 - 3 the whole square പ്ലസ് പിന്നെ എക്സിന്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ 0 - 3 the whole square by 2. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യണം. അപ്പൊ ഒരെണ്ണേ ഉള്ളെങ്കിൽ ഇത് മാത്രം മതി. രണ്ടെണ്ണം അത്രേ ഉള്ളൂ കേട്ടോ. That is equal to 4 - 1, that is 3. 3 square is 9. 0 - 1, 1. 1 square is 1 by 2. Okay, plus ഇവിടെ 4 - 3. അപ്പൊ അവിടെ വരുമ്പോൾ 1, that is 1 square 1 plus 0 - 3, that is -3. The whole square എത്ര വരും? 9 by 2. That ആൻസർ വരുമ്പോൾ 9 + 1 10 by 2 5. ഇവിടെയും 5 കിട്ടും. ആൻസർ എത്ര കിട്ടും? 10 കിട്ടും. ഫൈനൽ ആൻസർ എത്ര കിട്ടി? 10. ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ വ്യത്യാസവും ചെയ്യുന്ന മെത്തേഡും ഒക്കെ ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് ഈ നമ്പർ ഈ 2 നമ്പറുകൾക്കും പുറത്താണ്, അതുപോലെ അപ്പുറത്താണ് അല്ലെ. ഇതിപ്പോ നമ്പർ ലൈൻ ഇത് 2, ഇത് 5, അപ്പുറത്തെ നമ്പർ 6 വരുന്നത് അപ്പുറത്താണ് നമ്പർ. ചിലപ്പോൾ ഇപ്പുറത്തും വരാം കേട്ടോ. ഇപ്പൊ ഇവിടെ 1 ആയിരുന്നുവെങ്കിൽ അത് വേറെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ചെറിയ വ്യത്യാസങ്ങൾക്കും മെത്തേഡ് വ്യത്യാസമുണ്ട് ഷോർട്ട് ട്രിക്കിന്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കും. ഇപ്പൊ ഇന്റഗ്രൽ a to b മോഡുലസ് ഓഫ് x-c ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ നോക്കിക്കേ, a less than b less than c ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ c ആണ് ഏറ്റവും വലുത്. ഈ 2 നമ്പറിനേക്കാളും വലുതാണ് c കണ്ടോ. ഈ 2 നമ്പറിനേക്കാളും വലുതല്ലേ 6. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ വരുമ്പോൾ a - b into a - b എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ b - a into ഓക്കെ, b - a ആണ് കറക്റ്റ്. b - a into നോക്കിക്കോണേ, ബാക്കി ബ്രാക്കറ്റ് വരുന്നത് ഈ സി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് c - a plus c - b by 2. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പൊ b - a into c - a plus c - c by 2. അപ്പൊ ഇവിടെ b - a വരുമ്പോൾ b - a എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ a, ഇതാണ് നമ്മുടെ b, ഇതാണ് നമ്മുടെ c. ഓക്കെ, അതുകൊണ്ട് a b c. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കിക്കുക, ആൻസർ വരുമ്പോൾ b - a into that is 5 - 2 into in bracket. നെക്സ്റ്റ് എന്താണ് c - a, that is 6 - 2 plus അടുത്ത 6 - 5 ഓക്കെ by 2. ആൻസർ വരുമ്പോൾ 5 - 2 ആൻസർ ആയിട്ട് കിട്ടും 3 into ഇവിടെ 6 - 2 4, ഇവിടെ 6 - 5 1. അപ്പൊ 4 + 1 5 ഓക്കെ by 2. ആൻസർ 15
ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഷോർട്ട് ട്രിക്കുകൾ. ഇനി സിയുടെ വാല്യൂ ഇതിന് പുറത്ത് മീൻസ് ഇപ്പുറത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണ് സിയുടെ വാല്യൂ. ഇപ്പൊ 1 ആണെങ്കിൽ ഈ ഇവിടെ ഏതാണ്ട് ഈ നമ്പർ 1 ആണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ ഇതേപോലെ വരും. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുറച്ചായിട്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതേപോലെ വേണം എൻട്രൻസ് പഠിക്കാൻ എന്നുള്ള കാര്യം ഓർക്കുക. അല്ല നമ്മൾ ഈ കുറെ പഠിച്ചിട്ട് അത് എക്സാമിന് എന്താണെന്ന് അറിയാതെ പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും അതും കൂടെ അതിന്റെ മെറ്റീരിയൽ തരുന്നത്. ജോയിൻ ചെയ്യാൻ താഴെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.